ഹലോ സുഹൃത്തുക്കളെ, നമുക്ക് പല ആൾക്കാർക്കും ഇപ്പോഴും ഒരു മൊബൈൽ എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് തിരിച്ച് അത് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം സെറ്റിങ്സിൽ കയറുക. സെറ്റിങ്സിൽ കയറിയിട്ട് അക്കൗണ്ട് ആൻഡ് ബാക്കപ്പ് എന്നുള്ള ഇതിൽ കയറുക. അതിൽ കയറിയിട്ട് മാനേജ് അക്കൗണ്ട് ഉണ്ടാവും. മാനേജ് അക്കൗണ്ടിൽ കയറിയിട്ട് അതിലുള്ള ഗൂഗിൾ എന്നുള്ള അക്കൗണ്ട് അല്ലാത്തതെല്ലാം ഡിലീറ്റ് ചെയ്യുക. ഫേസ്ബുക്ക്, വാട്സപ്പ്, അതുപോലെ തന്നെ ഇമോ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സാംസങ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സാംസങ് അക്കൗണ്ട് ആദ്യം റിമൂവ് ചെയ്യണം. ഓക്കെ, ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്താൽ മതി. ഓക്കെ, കാരണം സാംസങ് വുഡ് വെച്ചിട്ട് ഗൂഗിൾ ഒരിക്കലും റിമൂവ് ചെയ്യരുത്. എല്ലാം കഴിഞ്ഞതിൻ്റെ ലാസ്റ്റ് മാത്രമേ ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഒന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവും റീസെറ്റ്. ഓക്കെ, അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് റീസെറ്റ് അടിക്കാം. ഓക്കെ, അതല്ല എങ്കിൽ നേരെ സെറ്റിങ്സിലേക്ക് തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് പിന്നെ ജനറൽ മാനേജ്മെൻറ്റ് ഉണ്ടാവും. ജനറൽ മാനേജ്മെൻറ്റിൽ കയറിയിട്ട് പിന്നെ റീസെറ്റിൽ കയറിപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു ഇതും കൂടി പറഞ്ഞുതരാം. നമ്മളെ സെർച്ച് ബാറിൽ കയറിയിട്ട് റീസെറ്റ് എന്നടിച്ചു കൊടുക്കുക. ഓക്കെ, സെർച്ച് ബാർ ഇത്ര പെട്ടെന്ന് കിട്ടണ്ട, നമ്മളിങ്ങനെ തിരഞ്ഞുകൊണ്ട് നിൽക്കണ്ട, അപ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സെർച്ച് ബാർ കയറുക, റീസെറ്റ് എന്നുള്ള ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കാണിക്കും റീസെറ്റ് ഡാറ്റ, ഫാക്ടറി ഡാറ്റ റീസെറ്റ്. ഓക്കെ, ഫാക്ടറി ഡാറ്റ റീസെറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാം. അപ്പോൾ നമുക്ക് നേരെ ജനറൽ മാനേജ്മെൻറ്റിലേക്ക് പോകാം. ജനറൽ മാനേജ്മെൻറ്റ് വഴി നമ്മൾ ചെയ്യാം. ഒക്കെ ഒന്ന് തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. നേരെ ജനറൽ മാനേജ്മെൻറ്റ് പോവാം. എന്നിട്ട് അത് റീസെറ്റ്. ഓക്കെ, റീസെറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ നാലാമത്തെ ഫാക്ടറി ഡാറ്റ റീസെറ്റ്. ഓക്കെ, അതിൽ റീസെറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളോട് പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഡൺ. റീസെറ്റ് ഓൾ. ഇപ്പം എല്ലാം റീസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യണം കാര്യങ്ങളും അല്ലെങ്കിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ക്ലിയർ ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇതുപോലെ തന്നെ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ലാസ്റ്റ് വരെ കാണെല്ലാവരും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുവെച്ചെങ്കിൽ ഒരിക്കലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ പക്ഷേ നമുക്ക് നല്ലൊരു എനർജിയാണത്, നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ്. അപ്പോൾ ഒരിക്കലും വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൊബൈൽ ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു മൊബൈൽ ഷോപ്പിനെ, മൊബൈലിൻ്റെ എക്സ്പേർട്ടിനെ നമ്മൾ സമീപിക്കാറാണ്. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാണ്ടേ ഉള്ളൂ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും പല സമയങ്ങളിലും. ഓക്കെ, അപ്പോൾ അത് ഫോർമാറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് കഴിഞ്ഞിട്ട് അത് സാധാരണ ലെവലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വേറൊരു വർക്കും കൂടിയുണ്ട്. അത് ഇത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, ഫോൺ ഓണായി വരുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കില്ല. ഞാനത് ഒഴിവാക്കാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ക്ലിയർ ആയിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതല്ലെങ്കിൽ എനിക്കിത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ വീഡിയോ ഇട്ടാൽ മതിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്തോ ട്രിക്ക് എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഫോണ് ഏകദേശം കഴിയാറായി. ഇതുപോലുള്ള പല വീഡിയോകളും ഇതിൻ്റെ കൂടെ ഈ യൂട്യൂബ് ചാനലിലിടും. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞാൽ ഏത് ഫോണിനും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു വീഡിയോ ഇതിൻ്റെ ശേഷം ഇടുന്നുണ്ട്. അതെങ്ങനെ ഇടുക എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. വീഡിയോ കട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇത്രയും ലോങ് ആയി വന്നത്. ഓക്കെ, വീഡിയോ മൊബൈൽ ഓണായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓണായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്
വീഡിയോ ഒരു മൊബൈൽ എങ്ങനെ പുതിയ രൂപത്തിലേക്ക് കൊണ്ടുവരാന്നുള്ളത്. സ്റ്റാർട്ട് ബട്ടൺ അമർത്തുക. ഇതുപോലെ ആയിരിക്കും നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ അഗ്രീൻ്റെ കണ്ടീഷനിൽ ഫുൾ അഗ്രി ചെയ്യുക. എല്ലാം പാടെ ടിക്ക് ചെയ്തിട്ട് അഗ്രി ചെയ്യുക. എല്ലാ കാര്യങ്ങളും ടിക്ക് ചെയ്തിട്ട് അതിലും എഗ്രി കൊടുക്കുക. അതിനുശേഷം വൈഫൈ കണക്ട് ചെയ്യണ്ട. നമുക്കിപ്പോൾ വൈഫൈ കണക്ട് ചെയ്യണ്ട. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം. ഇപ്പോൾ കൊടുക്കണ്ട. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോവുക. കോപ്പി ചെയ്യണമെന്ന് ചോദിക്കണേ, ഡോണ്ട് കോപ്പി അടിച്ചു കൊടുക്കുക. വേറെ മൊബൈലിൽ നിന്ന് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഓക്കെ എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ സ്കിപ്പ് ചെയ്ത് പോവാം. ആക്സെപ്റ്റ്, സ്കിപ്പ്, പ്രൊട്ടക്റ്റ് യുവർ ഫോൺ. പാസ്വേഡ് കൊടുക്കണം, വേണ്ട. കാരണം ഇപ്പം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മറക്കും. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമിൽ അത് ആരും കൊടുക്കരുത്. ഇപ്പോൾ സാംസങ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അത്യാവശ്യമുള്ളവർ മാത്രം ഇവിടെ സാംസങ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. സാംസങ് അക്കൗണ്ട് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഫോണ് നോർമൽ ലെവലിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ഫോർമാറ്റ് ചെയ്തിട്ടതാ ഗാലറിയിൽ കയറി നോക്കിയാൽ ഗാലറിയിൽ ഫോട്ടോസോ കാര്യങ്ങളൊന്നും കാണില്ല. കോണ്ടാക്റ്റിൽ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ.